എന്താ പറയുക, ശരിക്കും നിങ്ങളും കണ്ടു കാണുമല്ലോ റിവ്യൂസൊക്കെ. ഇപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. റിവ്യൂസ് മാത്രം കാണുന്ന സിനിമ കൂടി ആൾക്കാരും തിയേറ്ററിലേക്ക് വരണം എന്ന് പറയുകയാണ്. ഇപ്പോൾ സോ കോൾഡ് റിവ്യൂസിൻ്റെ രാജാക്കന്മാരൊക്കെ നമുക്ക് നല്ല പോസിറ്റീവ് റിവ്യൂസ് തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്, അവരോടൊക്കെ താങ്ക്സ് പറയുന്നുണ്ട്. ചെറിയ സിനിമ ആയതുകൊണ്ട് അവർ കണ്ടാലും ചിലപ്പോൾ റിവ്യൂ ഇടുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവർ കണ്ടിട്ട് സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. അതാണ് ഞങ്ങളും പറയുന്നത്, എല്ലാവരും ഒന്ന് വന്ന് കണ്ടിട്ട് ജെന്യുവനായിട്ടുള്ളത് പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്നൊരു നോട്ടൊക്കെ ആയിട്ട് എഴുത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയോ ഒക്കെ ഇട്ടാൽ നമ്മളുടെ ഈ ചെറിയ സിനിമ ചിലപ്പോൾ ഒരു സക്സസ്സിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ആൾക്കാർ വന്ന് കാണുമ്പോഴാണ് ഒരു സിനിമ സക്സസ് എന്ന് പറയാം. അപ്പോൾ അല്ലാണ്ട് ഇങ്ങനെ 1-2 പേര് കണ്ടു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കത് സക്സസ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, വിനീഷ് ചേട്ടൻ ഉൾപ്പെടുന്ന ക്രൂ മെമ്പേഴ്സ്, ജയഹരി ചേട്ടൻ്റെ മ്യൂസിക്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നെക്സ്റ്റ് മൂവിയിലേക്കൊക്കെ പോകണമെങ്കിൽ ഇതിൻ്റെ ഒരു സക്സസിൻ്റെ ഒരു വലിയ പാട്ടാണത്. അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പറഞ്ഞതിൽ ഇപ്പോൾ തിയേറ്ററിലൊക്കെ വയലൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ത്രില്ലർ ജോൺ പടങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ഒരു ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പടം. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല റിപ്പോർട്ട്സാണ് വരുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചേട്ടൻ്റെ ഒരുപാട് സന്തോഷമാണ്. എന്ന് വെച്ചാൽ ബാക്ക് ടു ബാക്ക് ഈ വർഷം എനിക്ക് ഒരുപാട് നല്ല പടങ്ങളിൽ അഭിനയിക്കാൻ പറ്റി. നല്ല റിലീസായ പടങ്ങളൊക്കെ അടിപൊളിയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പടം ഞാൻ നേരത്തെ കണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഞാൻ വിനീഷിനെയും പ്രൊഡ്യൂസറെയും അജുവിനെയൊക്കെ വിളിച്ച് പറഞ്ഞു. അജുവിൻ്റെയൊക്കെ പെർഫോമൻസ്, അജുവിൻ്റെയൊക്കെ ഞാൻ ഏത് ലെവലിലുള്ള പെർഫോമൻസാണ് പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് ഇപ്പോൾ ഞാൻ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞാൽ അതൊരു ഭയങ്കര എന്താണ് ബോസ്റ്റിംഗ് പോലെ ആയിപ്പോവും. പക്ഷേ ഒരു മികച്ച പ്രകടനമായിരുന്നു അജുവിൻ്റെ. അതുകൂടാണ്ട് ഫിലിം മേക്കിംഗ് ആയാലും ഇതിൻ്റെ അത് അഭിനയിച്ചിരിക്കുന്ന ഓരോ കുട്ടികൾ എന്ത് രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കാണുന്ന ആൾക്കാരൊക്കെ നല്ല റിവ്യൂസ് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം. ഇപ്പം ഓൺലൈനിലുമൊക്കെ ഗംഭീര റിവ്യൂസാണ് വരുന്നത്. ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ, ക്ലീഷയാണ് എനിക്കറിയാം, എങ്കിൽ പോലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതൊരു ചെറിയ പടമാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് എന്തെങ്കിലും സാറ്റലൈറ്റിലോ അല്ലെങ്കിൽ OTTയിലോ വരുമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാത്തിരിക്കല്ല്. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. നിങ്ങൾക്ക് ഇതിനെ, ഈ ഒരു ചെറിയ പടത്തിനെ വലുതാക്കി മാറ്റാൻ പറ്റും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഉറപ്പാണ്, നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 10 പേരുടെ പറഞ്ഞിരിക്കും ഈ സിനിമ ഉറപ്പായിട്ടും കാണണമെന്ന്. കുട്ടികൾ സഹിതം നിങ്ങൾ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഈ വർഷം ഇറങ്ങിയ എല്ലാ പടത്തിലും ചേട്ടനുണ്ടെന്നാണ് ഒരു ഭയങ്കര റിപ്പോർട്ട് വരുന്നത്. അങ്ങനെ ഞാനും കേട്ടു. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, എനിക്കൊരു 5-6 പടം കൂടെ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അല്ല, അത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. നമ്മൾ എല്ലാ പടങ്ങളും അഭിനയിക്കുമ്പോൾ അത് ഹിറ്റാവണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അഭിനയിക്കുന്നത്. പിന്നെ ചില പടങ്ങൾ വർക്കൗട്ട് ആവില്ല, ചില പടങ്ങൾ തിയേറ്ററിൽ തന്നെ വലിയ ഹിറ്റാവും. ചില പടങ്ങൾ ഇപ്പം ഭരതനാട്യമൊക്കെ പോലത്തെ പടങ്ങൾ തിയേറ്ററിൽ വർക്കായില്ല, പക്ഷേ OTTയിൽ വൻ ബ്ലോക്ക് ബസ്റ്ററായി. പല്ലൂട്ടി പോലത്തെ ചെറിയ പടങ്ങൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരു വലിയ പടമായി മാറ്റി. അതേപോലെ ശ്രീകുട്ടനെ അനുഗ്രഹിക്കുക. ശ്രീകുട്ടനും ഒരു പല്ലൂട്ടിയും ചിൽഡ്രൻസ് മൂവിയാണ്, ഇതും ചിൽഡ്രൻസ് മൂവിയാണ്. പക്ഷേ രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. ഇപ്പോൾ പല്ലൂട്ടി കണ്ടവർക്ക് ഇത് പല്ലൂട്ടി പോലത്തെ ഒരു സിനിമയാണ്, പല്ലൂട്ടി പോലത്തെ ഒരു സിനിമയല്ല. ഇത് വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നൊരു സിനിമയാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ അകത്തെ ക്ലൈമാക്സിൽ ഒരു എന്താ പറയുക, ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു പുതുമ, അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് പോലും തോന്നിപ്പോകുന്ന ഒരു പുതുമയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ ഒരു സ്കൂളിൽ അത് അപ്ലൈയും ചെയ്തു, അത് അവർ അവിടെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം വന്നാൽ ഫ്രണ്ട് ബെഞ്ചേഴ്സ്, ബാക്ക് ബെഞ്ചേഴ്സ്, മിഡിൽ ബെഞ്ചേഴ്സ് എന്നൊക്കെയുള്ളൊരു സംഭവം അത് മാറിക്കിട്ടും. നമുക്കെപ്പോഴും പേരുദോഷമാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പം ഓരോ ഇൻ്റർവ്യൂസിലേക്ക് പോകുമ്പോഴത്തേക്കും കുട്ടിക്കാലത്തെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ഫ്രണ്ട് ബെഞ്ചറായിരുന്നോ അതോ ബാക്ക് ബെഞ്ചറായിരുന്നോ എന്ന്. പക്ഷേ ഈ ഒരു സാധനം അപ്ലൈ ചെയ്താൽ പിന്നെ ഈ ചോദ്യം ഇനിയുള്ള തലമുറയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതാണ് പിന്നെ ഈ സാധാരണഗതിയിൽ ബാക്ക് ബെഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ബാക്ക് ബെഞ്ചേഴ്സൊക്കെ ഉഴപ്പന്മാരും ഫ്രണ്ട് ബെഞ്ചേഴ്സ് പഠിപ്പിസ്റ്റുകളുമാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോഴൊക്കെ ബാക്ക് ബെഞ്ചേഴ്സിൽ മെറിറ്റിൽ വന്ന പല പയ്യന്മാരുണ്ട്. ഇപ്പോൾ അവർ US-ലും നാസയിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ബാക്ക് ബെഞ്ചേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാറ്റഗറൈസ് നമുക്ക് ചെയ്യാണ്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ല. അപ്പോൾ ആ ഒരു മെസ്സേജും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെ, താങ്ക് യു.
ഉള്ളക്കരയാണ്, അറിയപ്പെടുന്ന എസ്കെയാണ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, വന്നേ വായിച്ചാൽ വരുന്നത്. ചേച്ചി പഠിച്ചൊക്കെ മറന്നു ഗൈസ്. സിനിമ ഐ മീൻ റിലീസായി 2 ദിവസമായി നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. ഒബ്വിയസ്ലി നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ അത് ഇത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ല. റിവ്യൂസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഈ പറയുന്ന പോലെ വേറെ തരം പ്രൊമോഷൻ ബാക്കപ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന റിവ്യൂസ് നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസാണ്. അപ്പോൾ അത് കണ്ടു വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ. ക്രൗഡ് പെയ്യെ കൂടുന്നുണ്ട്, ഷോസ് പെയ്യെ കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എൻറ്റയർ ക്രൂ നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് കുറച്ച് അധികമായിരുന്നു, പ്രത്യേകിച്ച് ഡയറക്ഷൻ ടീമിന്. അവർക്ക് അതിൻ്റെ ഒരു വലിയ സ്റ്റോറി തന്നെ നിങ്ങളോട് പറയാനൊക്കെ ഉണ്ടാവും. സോ അതിൻ്റെയൊക്കെ അവസാനം നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ പറയാനൊന്നും ബാക്കിയില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഇമോഷണലായിരുന്നു. സോ അത് തന്നെ എല്ലാവരുടെയും സന്തോഷം. അതാണ് എല്ലാവരും ഇപ്പം ഇന്നിവിടെ ഒത്തുകൂടിയേക്കുന്നത്. അല്ല, ഇപ്പം ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ സിനിമയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് സിനിമ പുറത്ത് വന്നത്. പക്ഷേ വലിയ റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. സിനിമ കണ്ട എല്ലാവരും തന്നെ ഭയങ്കര നല്ല പോസിറ്റീവ് റെസ്പോൺസസ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു സിനിമേനെ വിജയമാക്കണമെങ്കിൽ ഇനി ഓഡിയൻസ് കയറണം. ഈ റിവ്യൂവേഴ്സ് സിനിമ കണ്ട് നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ റിവ്യൂസ് കണ്ടിട്ടാണെങ്കിലും ഓഡിയൻസ് ഇപ്പോൾ കയറുന്നുണ്ട്. വി ഹോപ്പ് ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ഹ്യൂജ് സക്സസ്. ബിക്കോസ് 2 വർഷം മുന്നേ എടുത്ത സിനിമയാണിത്. ഒരുപാട് പേരുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് ഉറപ്പാണ്, കാരണം ഇന്ന് കാണുന്ന ഒരു നെസ്ലിനോ മാത്യു ഒക്കെ ആയിട്ട് വളർന്നു വരാൻ പ്രാപ്തിയുള്ള അത്രയും കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ സിനിമയിലുള്ളത്. അപ്പം ഭാവിയിലെ ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാർസൊക്കെ ആയിരിക്കും നിങ്ങളിന്ന് ഈ കാണുന്ന കുട്ടികൾ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനം അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വിനീഷിനെ ആണെങ്കിലും ഫസ്റ്റ് മൂവിയാണ്. വിനീഷിൻ്റെ ഡയറക്ഷനെക്കുറിച്ചും ജയഹരിയുടെ മ്യൂസിക്കിനെക്കുറിച്ചും ഈവൻ എഡിറ്റിങ്ങിനെക്കുറിച്ചും ഒക്കെ നല്ല റിവ്യൂസാണ് എല്ലായിടത്തു നിന്നും വരുന്നത്. സോ ഓഡിയൻസ് കയറി കണ്ട് നല്ലൊരു സക്സസ്ഫുൾ മൂവിയാക്കി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ജെനുവിൻ റിക്വസ്റ്റാണത്. കാരണം ഒരു ചെറിയ സിനിമയെ വലുതാക്കി കൊണ്ടുവരാൻ ഓഡിയൻസിന് പറ്റും. സോ വി ആർ എക്സ്പെക്ടിങ് വെരി മച്ച് സപ്പോർട്ട് ഫ്രം ദി ഓഡിയൻസ്. താങ്ക് യു സോ മച്ച്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ ഞാനും എൻ്റെ എഴുത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ 4 പേര് ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ എഡിറ്റർ കൈലാഷ്, മുരളീകൃഷ്ണൻ എന്നുള്ളതായിട്ടുണ്ട്, പിന്നെ എൻ്റെ സംവിധായകൻ വിനേഷ്. അപ്പോൾ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ പിള്ളേരുടെ ഒരു മാസ് പടം എന്നുള്ള, പിള്ളേരുടെ ഒരു കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് സ്വീകരിക്കപ്പെടുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് വരുന്ന റിവ്യൂസ് ആയാലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു റിവ്യൂവിൻ്റെ ആ റെസ്പോൺസ് നമ്മൾ തിയേറ്ററിലും പ്രതീക്ഷിക്കുന്നുണ്ട്. തിയേറ്ററിൽ ആൾക്കാർ കുറച്ചും കൂടെ കയറിയാൽ നല്ലതായിരിക്കും. കുറച്ചും കൂടെ ആൾക്കാർ കണ്ടാൽ, ഇത് നിറഞ്ഞൊരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്നതാണ് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ തൊട്ട് ആൾക്കാർ കയറി തുടങ്ങി. കുറച്ചും കൂടെ റെസ്പോൺസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് കുറേ നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ഭരതരാജ് രംഗൻ്റെയൊക്കെ റിവ്യൂ വന്നു. അതൊക്കെ വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചൊക്കെ അവരിലോട്ട് എത്തുന്നുണ്ടെന്നുള്ള കാര്യം അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എത്തട്ടെ, ആൾക്കാരിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷയോടെ ഇരിക്കുന്നു. അതെ, ആക്ച്വലി ഞങ്ങൾ ഇത് ഒരു നൊസ്റ്റാൾജിയ, ഈ കാലഘട്ടത്തിലെ പിള്ളേരുടെ പടമാണിത്. അപ്പോൾ ഇത് നൊസ്റ്റാൾജിക് എലമെൻറ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നത് നമ്മളെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്കൂൾ ലൈഫിലുണ്ടായ പല സംഭവങ്ങളും നമ്മൾ അതേപോലെ പകർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തുള്ള കുട്ടികൾക്കും കണക്റ്റ് ആവുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പൊളിറ്റിക്സും ഇതിൻ്റെ രാഷ്ട്രീയവും ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന ആശയമൊക്കെ നമ്മളിൽ മുതിർന്നവർക്കായിരിക്കും കിട്ടുക. അതേസമയം പിള്ളേരത് കണ്ട് ചിരിക്കുന്നുണ്ട്. പിള്ളേർക്ക് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അത് കിട്ടുക. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് കിട്ടുന്നതിൽ സന്തോഷം. താങ്ക് യു. സിനിമ നല്ല രീതിയിൽ ഇപ്പോൾ റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല സക്സസ് ആയിട്ട് പോകുന്നു. പക്ഷേ ആൾക്കാർ കുറവാണ്, കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിയത് കുറവാണ്. അപ്പോൾ റിവ്യൂസ് ഇപ്പം എല്ലാം നല്ല രീതിയിലുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും നല്ല റിവ്യൂസാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് വിജയിപ്പിക്കുക. അതുപോലെ തന്നെ
ഇപ്പം മ്യൂസിക്കിനെ പറ്റിയാണെങ്കിലും ശരിക്കും എല്ലാം നല്ല അഭിപ്രായമാണ് വരുന്നത്. അപ്പോൾ കുട്ടികളുടെ സിനിമയാണ് എന്ന് വിചാരിച്ച് ആരും കാണാതിരിക്കരുത്. അതായത് ടീച്ചേഴ്സ് എങ്ങനെ ആയിരിക്കണം, അതുപോലെ ടീച്ചേഴ്സ് എങ്ങനെ ആയിരിക്കരുത്, കുട്ടികൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഫാമിലി ആയിട്ട് നമുക്ക് വേറെ ഒരു ഇതും ഇല്ലാണ്ട് ബാധ്യതയില്ലാണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വയലൻസും അങ്ങനെയില്ല, ഒരു പരിപാടിയില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, എനിക്കൊരു കുട്ടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ട്, ഇപ്പോൾ റിവ്യൂ മാത്രം കാണരുത്, സിനിമയും കൂടി കണ്ട് ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കുക. താങ്ക് യു. സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ് ഞങ്ങളുടെ സിനിമ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ കണ്ട് വിജയിപ്പിക്കുക. താങ്ക് യു. ഹലോ റൈറ്റർ, താങ്ക് യു. അയ്യോ താങ്ക് യു. എസ്പെഷ്യലി ലാസ്റ്റ് കെ.ആർ. നാരായൺ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യൂവിൽ പോയി ആ ബട്ടർഫ്ലൈ നിൽക്കുമ്പോൾ അതൊരു വലിയൊരു മെസ്സേജ്. അതെ, അത് ഞാൻ പറയാനില്ല. ഇന്ന് നമ്മുടെ ഈ മിനിഷോടെ ഞങ്ങളുടെ എവിടെ പിള്ളേർക്ക് പോകാൻ നമുക്ക് ഇവരുടെ സിനിമയാണിത്. ഇത് ഇവരുടെ സിനിമയാണ്. അത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട് ഈ പോസിറ്റീവ് റിവ്യൂസ് കാണുമ്പോൾ. അതുമാത്രമല്ലാതെ ഇവിടുത്തെ എല്ലാ ഫുൾ ക്രൂ ഞങ്ങളെ ഇത്രയും ഞങ്ങൾക്ക് സ്ക്രീനിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇവരൊക്കെ കാരണമാണ്. ഞങ്ങൾക്ക് ഒന്നൊന്നും പഠിപ്പിച്ച് തന്നതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നൊന്നും കാണിച്ചു തന്നതും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ആക്ച്വലി ഇവരോടും താങ്ക്സ് പറയേണ്ടതാണ്. ഇവരുടെ ഭാഗത്തുനിന്നും ഭയങ്കര വലിയൊരു എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ കുട്ടികളുടേതാണ് എന്ന് പറയപ്പെടുമ്പോഴും കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾ ഈ ഇരിക്കുന്നവരിൽ കുട്ടിത്തം കഴിഞ്ഞു വന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് കാണുന്നു. അപ്പോൾ നിങ്ങളെ ആ കുട്ടിത്തത്തിലേക്ക് സിനിമ വീണ്ടും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമാണ് എന്ന് വിലയിരുത്താമല്ലോ അല്ലേ. പിന്നെ അശ്വന്ത് കോക്കിൻ്റെയും ഉണ്ണിയുടെയും ഭരദ്വാജരംഗൻ്റെയും ഒക്കെ റിവ്യൂ വന്നിട്ടുണ്ട്, എല്ലാം പോസിറ്റീവാണ്. സോ അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കൂടുതൽ ആൾക്കാർ നമ്മുടെ പടം കാണാൻ വരുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഭയങ്കര നല്ല ക്യാരക്ടറാണ്, സ്വീറ്റായിട്ടുള്ളൊരു ഭയങ്കര സ്വീറ്റ് ഒരു ടീച്ചറിൻ്റെ റോളാണല്ലോ. നിങ്ങളവിടെ പോണു, ഇവരുടെ പൊക്കം മാറിപ്പോയി അല്ലേ. ഇയാളൊരു രക്ഷയില്ലായിരുന്നു, ഇയാളുടെ ഓരോ എക്സ്പ്രഷൻസും. ഞാൻ ബിനീഷ് ഇവർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഡയറക്ടർ പറഞ്ഞത് അതേപോലെ ചെയ്തു. ഈ പല ഇൻ്റർവ്യൂസിന് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എൻ്റെ ആസ് ആൻ ആക്ടിങ് കരിയറിൽ എൻ്റെ ആക്ടിങ് പാറ്റേണിൽ ഒരുപാട് മാറ്റം വരുത്തിച്ചൊരു സിനിമയാണ്. കാര്യം അതുവരെ ഞാൻ കുറേ മെനക്കെട്ട് അഭിനയിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. ഈ സിനിമ തൊട്ടാണ് നമ്മൾ മെനക്കെടണ്ട, ഇവർ നമുക്ക് വേണ്ടി മെനക്കെടുന്നത് നമ്മൾ നോക്കിയാൽ മതി. കാര്യം ഒരു ആക്ടറിൻ്റെ ഈഗോ ഉണ്ട് പലപ്പോഴും, ഒരു ഡയറക്ടർ നോ അല്ലെങ്കിൽ വൺ മോർ പറയുമ്പോൾ. ആ ഈഗോ എന്നിൽ നിന്ന് മാറ്റിയ സിനിമ സ്ഥാനാർത്ഥിയാണ്. ഇൻഫാക്ട് ഈ സിനിമ കഴിഞ്ഞാണ് ഞാൻ കേരള ക്രൈം ഫയൽസ് അഭിനയിച്ചത്. അപ്പോൾ കേരള ക്രൈം ഫയൽസ് നന്നാവാൻ ഒരു പരിധി വരെ എൻ്റെ ഒരു റീസെൻറ്റ് വിനീഷിൻ്റെയും ടീമിൻ്റെയും ഒരു എന്താ പറയുക മെൻറ്ററിങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം സിനിമ വളരെ ചെറിയൊരു റിലീസാണ്. അതിലിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതിലിപ്പോൾ ജോണി ചേട്ടൻ, സൈജു ചേട്ടൻ അവരൊക്കെ വന്ന് നമ്മളുടെ ഈ സിനിമയിൽ ഭാഗമായത് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ആ സിനിമയുടെ മെറിറ്റിലാണ് വന്നത്. ഇന്നിപ്പം ഈ സിനിമ നമുക്കറിയില്ല തിയേറ്ററിൽ എത്ര ദിവസം ഉണ്ടാകും, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾ വളരെ പൂർണ്ണ തൃപ്തരാണ് ഞങ്ങൾ ചെയ്ത സിനിമ. അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവോ ബാക്കി വിഷയങ്ങളേക്കാൾ ഉപരി അതിൻ്റെ രാഷ്ട്രീയവും ഞാൻ മാറ്റി വെക്കുന്നു. പക്ഷെ ആ സിനിമയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അത് എൻഡ് ചെയ്യുന്നത് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി മാറിയ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു ഓർമ്മയിലാണ്, ഓർമ്മക്കുറിപ്പിലാണ്, ഒരു വലിയ ആശയത്തിലാണ്. അതിൽ തന്നെ എനിക്ക് വളരെ വെരി കണ്ടൻറ്റഡ്, ഞാൻ ഹാപ്പി. മാസമായെന്നറിയില്ല, അഭിനയിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചില്ല, ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും അല്ലേ?
താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണം. ഇതിപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായി കാണില്ല. ഇത് നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് ഇതൊരു ചെറിയ പടമായിട്ട് ഫീൽ ചെയ്യും. കുട്ടികളുടെ സിനിമ, പിന്നെ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം വളരെ ചെറുതായിരിക്കും. അപ്പോൾ സെയിം ഈ പല്ലൂട്ടിക്ക് ഇതേപോലെയായിരുന്നു. അതായത് വളരെ ചെറിയൊരു പടമായിരുന്നത്. ഇൻഫാക്റ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു സിനിമയായിരുന്നു. പക്ഷേ ഇത് സിനിമ വിജയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിജയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വന്നു, നിങ്ങളുടെ അയൽവക്കാരുടെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിലും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരും വന്നു. അങ്ങനെ ആ സിനിമ ഒരു വലിയ സിനിമയായി. അതേപോലെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ ഒരു വലിപ്പം നിങ്ങൾ മാറ്റി തരണം. ഇതൊരു വലിയ സിനിമയാക്കി തരണം. അത് സംഭവിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ പുറത്തു പോയി ഇതിനെപ്പറ്റി പറയുന്നതും പിന്നെ അത് കൺവേർഷൻ ഉണ്ടാകുമല്ലോ. നിങ്ങൾ ഒരാളുടെയൊക്കെ പറഞ്ഞു, അവർ മറ്റുള്ളവരുടെയൊക്കെ പറഞ്ഞു, അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ആവും ടിക്കറ്റ്സിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഒരു വലിയ സിനിമയായി മാറും. അപ്പോൾ അങ്ങനെ ഒരു വലിയ സിനിമ ആവേണ്ട സിനിമയാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്തത്. പിന്നെ ഇനിയിപ്പം സിനിമ കണ്ട ആൾക്കാരായത് കാരണം സിനിമയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് നിങ്ങൾ കണ്ടില്ലേ? ഇവരൊക്കെ ഭാവിയിലെ വലിയ കലാകാരന്മാർ ആകാൻ പോകുന്ന ആൾക്കാരാണ്. ഒരുപാട് പേര് ഹീറോസ് ആവും, ഒരുപാട് പേര് സപ്പോർട്ടിങ് റോൾ, ഇപ്പോൾ ഞാനും അജയൊക്കെ ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ പ്രായത്തുമ്പോഴത്തേക്ക് അവർ ഞങ്ങളുടെ ഒക്കെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പം പ്രോത്സാഹനമാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേരൊക്കെ പറയുക എന്നുള്ളതാണ് നമ്മുടെ പടത്തിനെ സംബന്ധിച്ച്, ഇവരെ സംബന്ധിച്ച് പ്രോത്സാഹനം. എന്തായാലും ഒരുപാട് നന്ദി. നിങ്ങൾ സമയം കണ്ടെത്തി ഈ സിനിമ കാണാൻ വേണ്ടി വന്നു. നിങ്ങളൊക്കെ എൻ്റർടൈൻ ആയെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്ത് പൊളിയായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാ സീനും അടിപൊളിയായിട്ട് കൂവി കൂവി ഞങ്ങളുടെ സൗണ്ടൊക്കെ പോയി. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അജുമാമനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മോക്ക് ഇഷ്ടപ്പെട്ടോ ഭയങ്കരമായിട്ട്? ആ, ഇനി വന്ന് കാണുമോ? ആ കാണും. താങ്ക് യു. താങ്ക് യു. പടം കണ്ടോ? നാടിൻ മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രൻ ഒന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകൻ സുഹരവനെ അണ്ണൻ തനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്ന കുമ്പിട്ടൊന്നില്ലേ ഇരുട്ടിൽ ചുറ്റി വരും രാജാവുക്കും എല്ലാരും ചൊല്ലേ എപ്പോഴും വരും മെനും ജൻ നിനക്ക് കാലം മനസ്സ് വെച്ച സ്വർഗം പോലെ വന്ദർ വേൾഡ് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനുമാറും കുളം എല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനുമാറും കുളം എല്ലുമിനാട്ടി. അവർക്ക് ഗംഭീര ടാലൻസിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു ഹോൾസെയിൽ കടയാണ് ഇദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്നത്. അവരൊക്കെ ഭാവിയിൽ മലയാള സിനിമയിൽ എനിക്കൊന്നും പലരും ഇപ്പോൾ പല സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. മാത്രമല്ല വൈഡ് സ്പെക്ട്രം ഓഫ് അമേസിങ് ആക്ടേഴ്സ്. ജോണി ചേട്ടനുണ്ട്, സൈ ചേട്ടനുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അത് പാടിയ ഇദ്ദേഹമാണ്. മ്യൂസിക് ഡയറക്ടറിന്റെ സഹായത്തോടെ അരുതുകളുരുകണ നേരം വരണമെട കവണയിലേറ്റാൻ കല്ലുകൾ അണിയണിയായി നിരത്താൻ സമയമേട ചുണരണ ധമനികളേറി നെഞ്ചു പുതച്ച വേഷം വീശുമട ആടാ മൂഷികർ ഞങ്ങളുടെ മൂച്ചുതെടുക്കാമെങ്കിൽ തടുകിനട വിഷവേഷക്കാരാ നിന്നോട് അടികൾ കൊണ്ട് തിണുത്തത് ഉടലല്ല ഉള്ളിലെ ഉയരാണതിനോട് വേദന എന്തെന്നെങ്ങനെ നീ അറിയാൻ വെറിയുടെ മുറിജം ചൊല്ലി കരയിക്കാൻ തറതീർക്കും മർജാര കൊഞ്ചമടങ്ങട നീ ഇതുവരെ കാണാ കളിയുടെ തിരനോട്ടം കണ്ടോടാ മാടാ നീ. നോക്കുന്നുണ്ടോ ഒരു വരിയെങ്കിലും? നീ അതുപോലെ വാടാ വാടാ എന്ന് പറഞ്ഞ ഇലക്ഷൻ സോങ്ങിലും പുള്ളി റാപ്പ് ചെയ്തിട്ടുണ്ട്.
എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഡബിങ് ഒക്കെ ഞാൻ ഒരു മാസം കൊണ്ടൊക്കെ തീർക്കും. അപ്പം റാപ്പൊക്കെ ഞാൻ പാടിക്കഴിഞ്ഞാൽ കഷ്ടമായി പോകും. പക്ഷേ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ആസ് എ സിംഗർ ആണെങ്കിലും ചേട്ടൻ ഒരു ഗംഭീര സിംഗർ ആണല്ലോ. കൃഷ്ണ കൃഷ്ണ നമുക്കിത് കൂടണം. അയ്യോ താങ്ക് യു. രണ്ടുപേരും നമുക്ക് വേണ്ടി ഒന്ന് ഞാൻ ചെറുതായിട്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അതിന് ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ, ആ പാട്ട് എന്നും ഞാൻ പുറത്ത് പാടാത്താണ് ആ പാട്ടിന് വിജയം. എന്ന് പാടുന്നു അത് ഞാൻ എൻ്റെ ഗുരുവായി പാടിക്കാൻ കാരണമായ ഗോപി ചേട്ടനാണ്. അത് കഴിഞ്ഞിട്ടാണ് അങ്കിത്തിലിൻ്റെ പാടുന്നത്. ഇവരോടൊക്കെ ഞാൻ ചെയ്യുന്ന ദ്രോഹം. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു പേരുണ്ട്, എന്നെ പാടിച്ചു എന്ന്. അതവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സത്യം എന്നിൽ മാത്രം അവശേഷിക്കണം. ഇനി പ്രതീക്ഷിക്കാൻ പോകും ഒരു പാട്ടൊക്കെ കേട്ടോ. പ്രതീക്ഷിക്കാം, ഞാൻ പാടും ഉറപ്പായിട്ടും. കാര്യം എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ചെയ്യണം. താങ്ക് യു സോ മച്ച്. സൈജോട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആട് 3നെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആട് 2 ചെറിയ പോർഷനിലാണ് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി ആട് 3 എങ്ങനെയാണ് റോൾ വരുന്നത്? 1ലും ആട് 1ഉം ആട് 2ഉം എൻ്റെ ക്യാരക്ടർ ഒരു ഒരു 3ൽ അറിയില്ല. മിഥുൻ പറഞ്ഞിട്ടില്ലൊന്നും. ഇല്ല അത് ബോണസ് കിട്ടിയൊരു വേഷമാണ്. അപ്പോൾ അത് കിട്ടിയാൽ പോവും, വിളിച്ചാൽ പോവും. ഇല്ല, ഒന്നും ഇൻഫോംഡ് അല്ല. ആടിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ കണ്ടു ആ ഇൻ്റർവ്യൂസ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ പ്ലാനോ ഞാൻ ആ പ്ലാനിൻ്റെ ഭാഗമൊന്നുമല്ല. ഇതൊക്കെ എനിക്ക് ആ ഇൻ്റർവ്യൂ ഞാനും കാണുന്നുണ്ട്. എനിക്ക് എൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ധ്യാനോട് തന്നെ ചോദിക്കണം. തിരറ്റുപാട് ചെയ്യട്ടെ, അടിപൊളിയല്ലേ? പിന്നെ ഈസ് വെരി കേപ്പബിൾ. ആദ്യത്തെ സിനിമ ചെയ്ത് നമുക്ക് തെളിയിച്ച ഡയറക്ടറാണ്. എനിക്കതിൽ സംശയമൊന്നുമില്ല. പുള്ളിക്ക് അതിനുള്ള കഴിവുണ്ട്, ചെയ്യും. ഞാനിപ്പോൾ അവിടുന്ന് എടുക്കാറ്. ഞാനിപ്പോൾ അവിടുന്ന് ഉപദേശം എടുത്ത് ഞാൻ എൻ്റെ കരിയർ റൂട്ട് ചെയ്യുന്നു. ഞാനോ അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണോ? മാത്രമല്ല ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ ഉപദേശം ശരിക്കും എടുക്കുന്നത്. താങ്ക് യു. അടുത്ത ഐഡൻറ്റിറ്റിയാണ് റിലീസ്. ചെറിയ റോളാണ്. ടൊവിനോ, തൃഷ, അഖിൽ പോൾ ഡയറക്റ്റ് ചെയ്തേക്കണേ, ഫോറൻസിക്കിൻ്റെ. അത് റിലീസ് എന്താണെന്നറിയില്ല. ടീസർ 4-ാം തീയതി ഉണ്ട്. ഡിസംബർ 4-ന് ടീസർ ഇറങ്ങുന്നുണ്ട്. റിലീസ് എനിക്കറിയില്ല. അവർ അനൗൺസ് ചെയ്തേക്കുന്നത് എപ്പോഴാണ്. ജനുവരി 2025 ആണെന്ന് തോന്നുന്നു, പോസ്റ്ററിൽ ഞാൻ കണ്ടത്. അപ്പം അതായിരിക്കും അടുത്ത റിലീസ്. ത്രില്ലറാണത്. ടോബി പോലീസാണോ? ഞാൻ കുറച്ചേ ഉള്ളൂ, എനിക്ക് കോമ്പിനേഷൻസ് കുറവാണ്. ടോബി അല്ല, ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് ഷൂട്ട് ചെയ്തത്. അദ്ദേഹം അവിടുത്തെ ഫ്ലാറ്റിൽ അന്തേവാസിയായിട്ടായിരുന്നു. നോർമൽ ഡ്രസ്സിലൊക്കെ ആയിരുന്നു. ത്രില്ലറാണ് അത്. എനിക്ക് അങ്ങനെ അറിയില്ല. ഞാൻ ചെറിയൊരു വേഷമാണ്. എൻ്റെ സീൻ മാത്രം അഖിൽ പറഞ്ഞുള്ളൂ. ഞാനും അതേ പ്രിഫർ ചെയ്യാറുള്ളൂ, എൻ്റെ സീൻ എന്താണെന്ന്. താങ്ക് യു ബ്രദർ, താങ്ക് യു.